നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച അംഗപരിമിതിനെ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിനെ പഴിചാരി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. അംഗവൈകല്യമുള്ളവർ എന്തിനാണ് കറുത്ത കൊടിയും പിടിച്ചു നടക്കുന്നത്? മർദ്ദിക്കുമ്പോൾ കാലുണ്ടോ കൈയുണ്ടോ എന്നൊക്കെ ആരെങ്കിലും നോക്കുമോ എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഈ വികലാംഗനെതിരായി കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വികലാംഗന്റെ വടിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് പോലെ? എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത്? ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത്. ഈ നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ടുവന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതാണ് തെറ്റ്. മർദ്ദനത്തിന് വരുന്ന അവസരത്തിൽ കാലുണ്ടോ കൈയുണ്ടോ എന്നൊന്നും ആരെങ്കിലും നോക്കുമോ? പോലീസ് ലാത്തിച്ചാർജിൽ. സൂരജ് സജി വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഈ ഭിന്നശേഷിക്കാരനെതിരെ കയ്യോങ്ങിയ സംഭവത്തിൽ രണ്ട് തരം പ്രതികരണമാണല്ലോ വന്നിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു, പാർട്ടിയിൽ നിന്നൊരാളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അയാൾ പിന്നെ ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്ന്. ഇന്നലെ തന്നെ നീതീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നീതീകരിക്കാൻ നിൽക്കില്ല എന്ന് എം പി രാജേഷും പറഞ്ഞു. പക്ഷേ ഇന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ സ്വരം ആ നിലയിലുള്ളതല്ലോ. അദ്ദേഹം ഈ അംഗപരിമിതിനെ അവഹേളിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അത്തരത്തിൽ തന്നെയാണ് ഗോപികൃഷ്ണൻ. ഈ സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ വിമർശിച്ചപ്പോൾ ഇ പി ജയരാജൻ പക്ഷേ ഈ മർദ്ദനത്തിനുണ്ടായിരുന്ന പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് അംഗപരിമിതനെ ഈ കരിങ്കൊടിയും കൊടുത്ത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് അയച്ചത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഈ മർദ്ദിക്കുമ്പോൾ ആരെങ്കിലും കൈയും കാലും ഉണ്ടോ എന്ന് പരിശോധിക്കുമോ അല്ലെങ്കിൽ നോക്കുമോ എന്നുകൂടി പറഞ്ഞതിന് പിന്നിൽ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് LDF കൺവീനറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ഈ വികലാംഗനായ ഇദ്ദേഹത്തെ അയച്ചവർക്കെതിരെയാണ് നടപടി വേണ്ടത്, അത് നീതീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. അപ്പോൾ ആ സമരമാർഗത്തെയും സമരത്തിന് അയച്ച വ്യക്തിയെ ആരാണോ അയച്ചത് അവർക്കെതിരെയുമാണ് നടപടി വേണ്ടത് എന്നതുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രൂക്ഷ വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെയും KPCC പ്രസിഡന്റിനെതിരെയും ഇദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സമരങ്ങളിലൊന്നും തന്നെ ഈ VD സതീശനും അതുപോലെ തന്നെ K സുധാകരനും ഒന്നും ഇതിന്റെ മുന്നിലേക്ക് വരാത്തത്? അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം ആളുകളെ ഇതിന്റെ ചാവേർ സ്ക്വാഡ് എന്ന നിലയിലേക്ക് ഈ സമരത്തിന് മുന്നിലേക്ക് വിടുന്നു എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗൺമാന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ആരാഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ഈ ഗൺമാന്മാരുടെ നടപടി വിമർശിക്കുന്നതിന് മുൻപ് ഈ അക്രമ സമരങ്ങളെ കുറിച്ചാണ് വിമർശിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഗൺമാന്മാരെയും ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഗോപികൃഷ്ണൻ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അംഗപരിമിതനായ വ്യക്തി കരിങ്കൊടി കാണിച്ചപ്പോൾ നേരിട്ട മർദ്ദനത്തെ ഇതിന്റെ കാര്യത്തിൽ അവഹേളന സ്വഭാവമുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളായിരുന്നു സൂരജ് സജി നമ്മളുമായി പങ്കുവച്ചത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. ഒന്ന് മന്ത്രി MB രാജേഷിൻ്റെതാണ്. നീതീകരിക്കാനാകാത്ത കാര്യങ്ങൾ നീതീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, ഇത് ചെയ്തത് തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അയാൾ പിന്നെ അങ്ങനെ ഒരു ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു പ്രതികരണം താങ്കൾ കണ്ടോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ കരിങ്കൊടി വീശുന്നവർക്ക് കൈയുണ്ടോ കാലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല പോലീസ് നടപടി സ്വീകരിക്കുക എന്നാണ്. പക്ഷേ മന്ത്രി സജി ചെറിയാനും മന്ത്രി MB രാജേഷും ഒക്കെ ഈ സംഭവത്തിൽ അവർ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക് ഇടതുമുന്നണി കൺവീനറുടെ പ്രതികരണത്തെ? ഇടതുമുന്നണി കൺവീനർ എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനല്ലേ? ഹലോ രാഹുൽ, ഇടതുമുന്നണി കൺവീനർ എന്ന് പറയുന്നത് നമ്മുടെ ഇ പി ജയരാജൻ അല്ലേ? അതെ, ഇ പി ജയരാജൻ. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോ അംഗപരിമിതൻ എന്തിനാണ് കൊടികൊണ്ടിറങ്ങുന്നതെന്നാണ് ബുദ്ധിപരിമിതനായ ഇ പി ജയരാജൻ ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് ബുദ്ധിയിൽ പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഈ നാട്ടിൽ ജനാധിപത്യപരമായി സമരം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട്. അപ്പോ കൈയും കാലും നോക്കാറില്ല പിന്നെ തല്ലാൻ പോകുമ്പോഴെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ പരിമിതി കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. കാരണം അവർക്ക് ഈ കൈയും കാലും വെട്ടിയെടുത്ത് ശീലമുള്ള ആളുകളോടാണ് ശ്രീ ഗോപികൃഷ്ണൻ താങ്കളും ഞാനും ഒക്കെ ഈ ചോദ്യം ചോദിക്കുന്നത്. മനുഷ്യന്മാരുടെ കൈയും കാലും വെട്ടിയെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോട്
അംഗപരിമിതൻ തല്ലിയില്ലേ എന്ന് ചോദിച്ചാൽ സഹതാപം അവരിൽ നിന്നുണ്ടാകണം, സഹാനുഭൂതി അവരിൽ നിന്നുണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ചിന്തയുടെയും നമ്മുടെ മനസ്സിന്റെ വിശാലതയുടെയും ഒക്കെ പ്രശ്നമാണ്. ഇവരെ പോലെയുള്ള കഠോര ഹൃദയർ, മനസാക്ഷിയില്ലാത്തവന്മാർ, മനസാക്ഷി മരവിച്ചു പോയ ഹൃദയശൂന്യർ, ഇവരിൽ നിന്നൊക്കെ ഇതിനപ്പുറം എന്തെങ്കിലും വാക്കുകൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹം പറയുമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. എന്തായാലും ശ്രീ EP ജയരാജന്റെ ബുദ്ധി, ഇപ്പോ ഈ അംഗപരിമിതരെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്നാണ്, ഒരു നല്ല പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ടേമാണ്. EP ജയരാജൻ ഒരു എബിലിറ്റിയും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളെ കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു എബിലിറ്റിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ പരിഹസിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ആ തരത്തിൽ അവജ്ഞയോടെ EP ജയരാജൻ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടിലെ കോടതി സംവിധാനങ്ങൾ ഈ വിഷയത്തെ അങ്ങനെയല്ല കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഈ നാട്ടിൽ അംഗപരിമിതനായിട്ടുള്ള ഒരു മനുഷ്യന് പോലും സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയായി കേരളത്തെ സൃഷ്ടിച്ചതിനെതിരായിട്ട് അതിശക്തമായ നിയമ പോരാട്ടം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഈ വിഷയത്തിനകത്ത് എന്തൊക്കെയാണ് EP ജയരാജനും പാർട്ടിക്കുന്ന ആളുകൾ പറയേണ്ടി വരിക എന്ന് നമുക്ക് അന്നേരം ബോധ്യപ്പെടാം. എന്തായാലും കോടതികൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതിനെ സമീപിക്കുന്നത്. ആ വിഷയത്തിനകത്ത് എനിക്ക് കോടതിയിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കളുടെ പ്രതികരണത്തിന്.